സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ഇസ്രായേൽ സന്ദർശനം അവസാനിച്ചു. വളരെ വ്യക്തതയോടെ ചില കാര്യങ്ങൾ സംസാരിച്ച ശേഷമാണ് അദ്ദേഹം ഇസ്രായേലിൽ നിന്ന് ഈജിപ്തിലേക്ക് പോയത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇസ്രായേലിന് താല്പര്യമില്ലാത്ത ഒരു രാജ്യത്തിൻ്റെയും പട്ടാളങ്ങൾ അവിടെ വരുന്ന പീസ് കീപ്പിംഗ് ട്രൂപ്പിൽ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. ടർക്കി ഉണ്ടാവുമോ എന്ന് അദ്ദേഹത്തോട് എടുത്തു ചോദിക്കുകയുണ്ടായി. അതിന് അദ്ദേഹം മറുപടി പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് ഇസ്രായേലിന്റെ താല്പര്യങ്ങൾക്ക് എതിരായിട്ടുള്ള അല്ലെങ്കിൽ ഇസ്രായേൽ അനുവദിക്കാത്ത ഒരു രാജ്യത്തിൻ്റെയും പട്ടാളക്കാർ ഗാസയിൽ പ്രവേശിക്കുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം അതിനകത്ത് അണ്ടർസ്റ്റുഡാണ്, അതിൽ തുർക്കി ഉണ്ടാവുകയില്ല എന്നുള്ളത് അണ്ടർസ്റ്റുഡാണ്. തുർക്കിയുടെ പേര്, ആ രാജ്യത്തിൻ്റെ പേര് അതിലേക്ക് വലിച്ചിഴക്കേണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണ് മാർക്കോ റൂബിയോ ആ ഒരു പർട്ടിക്കുലർ രാജ്യത്തിൻ്റെ പേരിനെ സംബന്ധിച്ച് പറയാതിരുന്നത്. കാരണം ടർക്കി എന്ന് പറയുന്നത് അമേരിക്കയുടെ അലൈ തന്നെയാണ്, നാറ്റോ അലൈയാണ്. മാത്രമല്ല ഈ ഒരു പീസ് കീപ്പിങ്ങിലേക്ക് എത്താൻ അല്ലെങ്കിൽ ഈ ഒരു സമവായത്തിലേക്ക് എത്താൻ, ട്രംപിൻ്റെ സമവായത്തിലേക്ക് എത്താൻ ഏറ്റവും അധികം കോൺട്രിബ്യൂട്ട് ചെയ്തത് ടർക്കിയാണ്. കാരണം ഹമാസിൻ്റെ മേലെ ഇപ്പം ഏറ്റവും അധികം സ്വാധീനമുള്ള രാജ്യം ടർക്കിയാണ്. ഇപ്പം ഹമാസിനെ പിടിച്ച പിടിയിൽ വരച്ച വരയിൽ കൊണ്ടുവരുവാൻ സാധിച്ചത് എർദോഗന്റെ കാര്യമായ ശ്രമത്തിന്റെ പേരിലാണ്. അപ്പൊ അമേരിക്കയെ സംബന്ധിച്ച് നെഗോഷിയേറ്റർ ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്ന അമേരിക്കയെ സംബന്ധിച്ച് ടർക്കിയെ തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷെ ഇസ്രായേലിന്റെ ഇൻട്രസ്റ്റുകൾക്കെതിരായിട്ടൊന്നും ഗാസയിൽ സംഭവിക്കുകയില്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്യും. ഒരു പരിധിവരെ ടർക്കിയെ സംബന്ധിച്ച് ഈ പീസ് കീപ്പിംഗ് ട്രൂപ്പിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് നല്ലതുമാണ്. അതെന്താണെന്നുള്ളത് നമ്മുടെ ഡിസ്കഷന്റെ അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. വേറെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത്, ഹമാസിന് അവിടെയുള്ള ഭരണത്തിൽ, ഇനി വരാൻ പോകുന്ന ഭരണത്തിൽ ഹമാസിന് യാതൊരു വിധത്തിലുള്ള റോളും ഉണ്ടാവുകയില്ല. അതിനിടയിലൂടെ ഈജിപ്തിൽ ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ അവിടെ ഒരു ടെക്നോക്രാറ്റ്സിന്റെ ഒരു ഭരണം വരുന്നതിനെ അവർ എതിർക്കുകയില്ല എന്നറിയിച്ചിട്ടുണ്ട്. അതിനെ അവർ അനുകൂലിക്കുന്നു. ഇത് നേരത്തെ അനുകൂലിച്ചതാണ്. പക്ഷേ ഇവരുമായിട്ടുള്ള സംസാരം, ഇവരിങ്ങനെ അഭിപ്രായം മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് പോലെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയൊന്നുമല്ല, ഇതൊരു ഭീകര സംഘടനയാണ്. അവർക്ക് എപ്പോൾ വേണമെങ്കിലും എന്തൊരു അഭിപ്രായം വേണമെങ്കിലും പറയാം. അപ്പോൾ അവരെ താങ്ങി നിർത്തുന്ന ആളുകൾ ടർക്കി, ഈജിപ്ത്, ഖത്തർ, ഈ രാജ്യങ്ങളൊക്കെയാണ് അവർക്ക് വേണ്ടി സംസാരിക്കുന്നത്. പ്രധാനമായിട്ടും ഖത്തറും ഈജിപ്തുമാണ് ഇതിനിടയിൽ ന്യൂട്രലായിട്ട് സംസാരിക്കുന്നത്. ടർക്കി ഇതിനടിയിലൂടെ അവർക്ക് വളർത്തിയെടുത്ത സ്വാധീനമാണ്. ഈ ഇറാനുമായിട്ടുള്ള ഹമാസിന്റെ ബന്ധം തകർന്നു പോയപ്പം, അല്ലെങ്കിൽ ഇറാൻ തകർന്നു പോയപ്പം, ഇറാന് അവരെ ഒരു തരത്തിലും സഹായിക്കാനാവാത്ത ഒരു സാഹചര്യം വന്നപ്പം ഹമാസിന് സപ്പോർട്ട് കൊടുത്ത രാജ്യം ടർക്കിയാണ്. അല്ലെങ്കിൽ ഇറാന്റെ റോള് ചെറിയ തോതിലെങ്കിലും ടർക്കിയോട് നിർവഹിച്ചിട്ടുണ്ട്. അതാണ് ഇസ്രായേലിന് ഇറാനോടുള്ള വലിയ വിരോധത്തിന്റെ കാരണം. അപ്പൊ ആ ഒരു സ്വാധീനം പിന്നീട് ഈ ഒരു അവസരത്തിൽ ഹമാസിനെതിരായിട്ട് ഉപയോഗിക്കുവാനും അല്ലെങ്കിൽ ഹമാസിനെ സ്വാധീനിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ അമേരിക്ക സാധിച്ചു എന്നുള്ളതാണ്. ഇതിന്റെ പേരാണ് നയതന്ത്രം, ഡിപ്ലോമസി എന്ന് പറയുന്ന ഇതാണ്. അപ്പൊ ഖത്തറിനെ, ടർക്കിയെ ഉപയോഗിച്ചാണ് അവസാന നിമിഷത്തിൽ ഹമാസിനെ വഴക്കിയെടുത്ത് കൊണ്ടുവന്നത്. ഈജിപ്തും ഖത്തറും പറഞ്ഞാലും അനുസരിക്കാത്ത ഒരു തലത്തിലേക്ക് ടർക്കി പോയിരുന്നു. കാരണം അവർ ഇറാന്റെ കൈയാണ്. ഈ പറയുന്ന ഈജിപ്തിനോ അല്ലെങ്കിൽ ഖത്തറിനോ അവരെ സഹായിക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് അവരെ നിയന്ത്രിക്കുന്ന ജോലിയില്ല. അവരെ നിയന്ത്രിച്ചിരുന്നത് ഇറാനായിരുന്നു. അപ്പൊ ഇറാന്റെ കൈ തല്ലി ഒടിച്ചു കഴിഞ്ഞപ്പം ഇറാൻ ഇവരെ സഹായിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പം സഹായഹസ്തം നീട്ടിയത് ടർക്കിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ടർക്കിയുടെ സഹായമില്ലാതെ ഹമാസ് പിടിച്ചു നിൽക്കാനാവില്ല. ആ ഒരു സാഹചര്യത്തിൽ ടർക്കിയെ ഉപയോഗിച്ചുകൊണ്ടാണ് അവസാനം ഈ ഹമാസിനെ അമേരിക്ക മെരുക്കിയെടുത്തത്. ഈ ഒരു നെഗോസിയേഷനിലേക്ക് കൊണ്ടുവന്ന് വെടിനിർത്തലിലേക്ക് എത്തിക്കാൻ അമേരിക്ക സാധിച്ചത് ടർക്കി ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചാണ്. അപ്പൊ അതുകൊണ്ടാണ് ടർക്കിയുടെ പേരവിടെ എടുത്തു പറയുന്നതിൽ നിന്ന് റൂബിയോ വിട്ടുനിന്നത് എന്ന് വേണം നമുക്ക് വിചാരിക്കാൻ. അപ്പൊ ഇവിടെ വരുന്ന ഒരു ഗവേണൻസിൽ ഈ പറയുന്ന ടെക്നോക്രാറ്റ്സിന്റെ ഒരു പാലസ്റ്റീനിയൻ ടെക്നോക്രാറ്റ്സ് എന്നുള്ള ടേമാണ് ഇവിടെ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അതിന് ഹെഡ് ചെയ്യുന്നത് ടോണി ബ്ലെയർ ആണെന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് അത് ഹെഡ് ചെയ്യുന്നത്. അദ്ദേഹം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നതല്ല, മുൻ ഡിസ്കഷൻസിൽ സൂചിപ്പിച്ചിരുന്നത് പോലെ നെതന്യാഹുവിന്റെ ക്ലോസസ്റ്റ് ഫ്രണ്ട്സിൽ പെടുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻ ഇഫക്റ്റിൽ ഇസ്രായേലിനോട് വളരെ സ്വാധീനം ഉണ്ടാകും. അത് റൂബിയോയും ഇന്നലെ സൂചിപ്പിച്ചു. വരാൻ പോകുന്ന ഭരണത്തിൽ ഇസ്രായേലിന് വലിയ സ്വാധീനം ഉണ്ടാകും എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. അപ്പൊ രണ്ട് കാര്യങ്ങളാണ്. ഇസ്രായേലിന് താല്പര്യമില്ലാത്ത ഒരു രാജ്യത്തിന്റെ പട്ടാളം അവിടെ ഉണ്ടാവുകയില്ല. രണ്ട്, ഇസ്രായേലിന് ഭരണത്തിൽ സ്വാധീനമുണ്ടാവും. ഈ രണ്ട് കാര്യങ്ങൾ അടിവരയിട്ട് എന്നുള്ള റൂബിയോ പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം, അവിടെ യുഎന്നിന്റെ വിങ്, യുഎന്നിന്റെ ഒരു ആളായിട്ട് അവിടെ പ്രവർത്തിച്ചിരുന്നത് UNRWA എന്ന് പറയുന്ന ഒരു വിങ്ങാണ്. അതായത് യുഎന്നിന്റെ തന്നെ ഈ പാലസ്റ്റീനിലേക്ക് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തെടുത്ത ഒരു വിങ് ആണ് ഈ ഗാസയിലൊക്കെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ UN വേണ്ടി നിർവഹിച്ചിരുന്നത്. ഈ UNRWA എന്ന് പറയുന്ന സാധനത്തിന് ഇനി അവിടെ റോൾ ഉണ്ടാവുകയില്ല എന്നും
മാർക്കോ റൂബിയോ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇവരാണ് ഇത്രയും കാലം 1948 മുതൽ 1948 ഈ പാലസ്റ്റീൻ എന്ന് പറഞ്ഞ ഭാഗം വേർതിരിച്ചെടുത്ത് അത് യുദ്ധം തുടങ്ങിയ കാലം മുതൽ അവിടെ എന്നും പ്രശ്നമാണ്, അവിടെ എന്നും പട്ടിണിയാണ്, പരിവട്ടമാണ്, അവിടെ വിദ്യാഭ്യാസം ലഭിക്കാൻ സാധ്യതയില്ല, ഹെൽത്ത് കെയറിനുള്ള സാധ്യതയില്ല, ഭക്ഷണം കിട്ടാൻ സാധ്യതയില്ല. അപ്പൊ ഇത് മുഴുവൻ നിർവഹിച്ചിരുന്നത് വിദ്യാഭ്യാസം, ഹെൽത്ത് കെയർ, ഒരു ഗവൺമെന്റ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമോ അത് മുഴുവൻ അവിടെ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ UNRWA എന്ന് പറയുന്ന സാധനമാണ്. അത് പിന്നീട് UN സംബന്ധിച്ച് അവര് പാലസ്തീനികളെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ സംഘടന പിന്നീട് പുനർരൂപീകരിച്ചു. അതായത് ഇത് UN വിങ് ആണെങ്കിലും ശരി, അതിനകത്തുള്ളത് മുഴുവൻ പാലസ്തീനികളാണ്. പക്ഷെ ഈ ഗാസയിൽ നിന്ന് 2023 ഒക്ടോബർ 7 ആക്രമണം വന്നതിൽ നല്ലൊരു സംഘം ആളുകൾ ഈ UNRWAയുടെ പ്രവർത്തകർ തന്നെയായിരുന്നു. അതായത് UNRWA എന്ന് പറയുന്നത് ഹമാസിന്റെ ഒരു വിങ് തന്നെ ആണ് എന്നുള്ളത് അന്ന് ഇസ്രായേൽ ആരോപിച്ചിരുന്നു. പിന്നീട് അതിനകത്തുനിന്ന് പല ആളുകളെ ഒരു പിടികൂടി കൊടുത്തു. മാത്രമല്ല ഇസ്രായേലിൽ കടന്നു കയറി വന്ന ഗാസ ഭീകരരുടെ കൂട്ടത്തിൽ, ഹമാസ് ഭീകരരുടെ കൂട്ടത്തിൽ നിന്ന് വെടിവെച്ചിട്ട ആളുകളുടെ കൂട്ടത്തിലും ഈ UNRWAയുടെ ബാഡ്ജ് ധരിച്ച ആളുകൾ പോലും ഉണ്ടായിരുന്നു. അപ്പൊ അതോടെ ഇത് UNRWA എന്ന് പറയുന്ന ഹമാസിന്റെ ഒരു വിങ് തന്നെയാണെന്ന് ബിയോണ്ട് ഡൗട്ട് പ്രൂവ് ചെയ്യാൻ ഇസ്രായേലിന് സാധിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ UNRWA എന്ന് പറയുന്ന സാധനത്തിന് ഇനി ഗാസയിൽ റോൾ ഉണ്ടാവുകയില്ല. അവിടുത്തെ എയ്ഡ് പ്രവർത്തനങ്ങൾ, അവിടുത്തെ സഹായ പ്രവർത്തനങ്ങൾ, അത് എന്ത് തരത്തിൽപ്പെട്ടതായാലും, സ്കൂളിങ്ങിന്റെ വിഷയമായാലും ഹോസ്പിറ്റലിങ്ങിന്റെ വിഷയമായാലും അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുന്ന കാര്യമാണെങ്കിലും ഒന്നും ഈ UNRWAക്ക് ഇനി റോൾ ഉണ്ടാവുകയില്ല. അത് ഈ പറയുന്ന ഇസ്രായേൽ അവിടെ സിവിൽ മിലിറ്ററി കോർഡിനേഷൻ സെന്റർ എന്ന് പറയുന്ന സാധനം സ്ഥാപിച്ചിട്ടുണ്ട് അമേരിക്ക. ആ സിവിൽ മിലിറ്ററി കോർഡിനേഷൻ സെന്ററിന്റെ മേൽനോട്ടത്തിൽ വരുന്ന UN വിങ്ങുകളും റെഡ് ക്രോസും ഇന്റർനാഷണൽ NGOസും ഒക്കെ അടങ്ങുന്ന വിഭാഗങ്ങളാണ് ഇനി നിർവഹിക്കുക. UNRWAക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഈ സിവിൽ മിലിറ്ററി കോർഡിനേഷൻ സെന്റർ എന്ന് പറയുന്നത് 200 അമേരിക്കൻ പട്ടാളക്കാരെ അവർ നേരത്തെ അവിടെ കൊണ്ടുവന്നിരുന്നു. അവിടെ കൊണ്ടുവന്നിരുന്ന ആളുകൾ ഗാസയിൽ ഇന്നലെ സിവിൽ മിലിറ്ററി കോർഡിനേഷൻ സെന്റർ എന്ന് പറയുന്ന ഒരു സെന്റർ സ്ഥാപിച്ചു. അതിന്റെ മേൽനോട്ടം, അതിന്റെ കാര്യങ്ങൾ നോക്കി കണ്ട് ഉറപ്പുവരുത്താനാണ് പ്രധാനമായിട്ടും മാർക്കോ റൂബിയോ ഇന്നലെ അവിടെ എത്തിയിരുന്നത്. അതിനിടയിലൂടെയാണ് ഈ ചർച്ചകളൊക്കെ നടന്നിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ ഇപ്പൊ 200 US ട്രൂപ്സ് ഉണ്ട് എന്ന് പറയുന്നത് അവർ യുദ്ധം ചെയ്യാൻ വെടിവെക്കാനൊന്നും വേണ്ടി വന്നതല്ല. അവരെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ 1 ട്രാൻസ്പോർട്ടിങ്, 2 പ്ലാനിങ്, 3 സെക്യൂരിറ്റി ആൻഡ് എഞ്ചിനീയറിംഗ്. ഇത്തരം കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുക എന്നതാണ്. അവിടെ എഞ്ചിനീയറിംഗ് പ്രവർത്തനങ്ങൾ ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അവരത് മോണിറ്റർ ചെയ്യാൻ മാത്രമേ ചെയ്യുള്ളൂ. സെക്യൂരിറ്റി കാര്യങ്ങൾ, വെടിവെക്കുന്ന പരിപാടി അതവർ ചെയ്യില്ല. അവരത് മോണിറ്റർ ചെയ്യുക മാത്രമേ ചെയ്യുള്ളൂ. പ്ലാനിങ്, അവിടെ എങ്ങനെ കാര്യങ്ങൾ നടത്തണം എന്നുള്ളത് അവർ ഡിസൈൻ ചെയ്യും. അവിടുത്തെ ട്രാൻസ്പോർട്ടിങ്, അവിടത്തേക്ക് സഹായങ്ങൾ വരുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ അവർ മോണിറ്റർ ചെയ്യും. നേരിട്ട് അവരൊന്നും പരിശോധിക്കില്ല. നമുക്കറിയാവുന്നത് പോലെ അവിടേക്ക് വരുന്ന എല്ലാ വാഹനങ്ങളും പരിശോധിക്കുന്നത് IDF ആണ്. അപ്പൊ IDFന്റെ മേൽനോട്ട് IDF തന്നെയാണ് ഇനിയും പരിശോധിക്കുക. അതിന്റെ ഒരു മോണിറ്ററിംഗ് മാത്രം ഇനി US ചെയ്യും. എന്തായാലും US അവിടെ കാര്യമായ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ളത് US ഉറപ്പാക്കും. അത് 1 ടോണി ബ്ലെയറിലൂടെയാണ് ഉറപ്പാക്കുക. 2 200 US ട്രൂപ്പുകൾ ഇപ്പം ഓൾറെഡി ഇവിടെ വന്നിട്ടുള്ള സിവിൽ മിലിറ്ററി കോർഡിനേഷൻ സെന്ററിൽ വെച്ചിട്ടാണ്. അവിടെ കുഞ്ഞൻ പട്ടാളക്കാരല്ല ഉള്ളത്, വളരെ സീനിയർ ആയിട്ടുള്ള മിലിറ്ററി ഓഫീഷ്യൽസ് ആണ്. ഈ പറയുന്ന ഓരോ വിങ്ങിലും ട്രാൻസ്പോർട്ടിങ്, പ്ലാനിങ്, സെക്യൂരിറ്റി ആൻഡ് എഞ്ചിനീയറിംഗ് ഈ മേഖലകളിൽ അങ്ങേയറ്റം എക്സ്പെർട്ടൈസ് കിട്ടിയിട്ടുള്ള സീനിയർ ആയിട്ടുള്ള മിലിറ്ററി ഓഫീസേഴ്സ് ആണ് ഈ പറഞ്ഞ 200 പേരുടെ കൂട്ടത്തിലുള്ളത്. കൂടാതെ ഇന്നലെ മുതൽ അവർ ഡ്രോൺ ഉപയോഗിച്ച് US ഡ്രോൺ ഉപയോഗിച്ച് ഗാസയിൽ മോണിറ്ററിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. അപ്പൊ ഈ സീസ്ഫയർ കണ്ടീഷൻസ് പാലിക്കപ്പെടുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി US അവിടെ USന്റെ സ്വന്തം നിലയിൽ ഇസ്രായേലിൻ്റെതല്ലാത്ത മോണിറ്ററിംഗ് അവർ നിർവഹിച്ചു തുടങ്ങിയതായും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. വിച്ച് മീൻസ് ദാറ്റ് US ഇസ് വെരി സീരിയസ് അബൌട്ട് ദിസ്. ഈ സീസ്ഫയർ ബ്രേക്ക് ചെയ്യാൻ US അനുവദിക്കുകയില്ല എന്നുള്ളതിന്റെ ഒരു നല്ല ലക്ഷണമാണ് ഇന്നലെ പോലെ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഈ സ്വർണത്തിന്റെ വിലയൊക്കെ ഇങ്ങനെ താന്നു വരുന്നത്. അപ്പൊ ഇന്റർനാഷണൽ മാർക്കറ്റ് സ്റ്റെബിലൈസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് നമ്മൾ ഇവിടെ നിന്ന് കാണുന്നത്. അപ്പം ഈ സിവിൽ മിലിറ്ററി കോർഡിനേഷൻ സെന്റർ സൂപ്പർവൈസ് ചെയ്യുന്നതിനും അതിന്റെ എക്സിക്യൂഷനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇന്നലെ മാർക്കോ റൂബിയോ ഇസ്രായേലിലെത്തിയത്. അതിനിടയിലൂടെ ചർച്ചയിൽ വന്ന കാര്യങ്ങളാണ്. ഇനി ക്രിയേഷൻ ഓഫ് ഇന്റർനാഷണൽ ഫോഴ്സ് എന്നുള്ളതും ഈ പറയുന്ന സിവിൽ മിലിറ്ററി കോർഡിനേഷൻ സെന്ററിന്റെ ജോലി തന്നെയാണ്. അപ്പൊ ഇന്റർനാഷണൽ ഫോഴ്സ് അവിടെ ഉണ്ടാവണം. അപ്പൊ ഏതൊക്കെ രാജ്യങ്ങളിലെ പട്ടാളക്കാര്, എത്ര പേര് വീതം, എങ്ങനെയൊക്കെ അത് ഡിപ്ലോയ് ചെയ്യണം, ഇത്തരം കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് ഈ സിവിൽ മിലിറ്ററി കോർഡിനേഷൻ സെന്ററിലാണ്. അതിൽ IDFന് റോള് വേണമോ, ഈ പറയുന്ന ഇന്റർനാഷണൽ ഫോഴ്സിനകത്ത് IDF ഉണ്ടാവുമോ, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് തീരുമാനം വന്നിട്ടില്ല. അപ്പം ഒരുപക്ഷെ IDFന് തന്നെ അതിൽ ഡയറക്റ്റ് പ്രസൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ IDFന്റെ മോണിറ്ററിംഗ് അതിനകത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത് അറബ് രാജ്യങ്ങൾക്ക് താല്പര്യകരമാവുമോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള അടുത്ത വിഷയവും നിൽക്കുന്നുണ്ട്. കാരണം ഈ ഇന്റർനാഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ എന്തിനുള്ളതാണ്? വാസ്തവത്തിൽ ആ ഇന്റർനാഷണൽ ഫോഴ്സിന്റെ ജോലി ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ ഗാസയിൽ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇസ്രായേലിന്റെ ഒന്നാമത്തെ താല്പര്യം എന്താണ്? ഡീമിലിറ്ററൈസ്
ഹമാസ് എന്നുള്ളതാണ്. ഹമാസിന്റെ കയ്യിൽ നിന്ന് തോക്ക് മുഴുവൻ കൊണ്ട് വാങ്ങിച്ചെടുക്കുക. അതാണ് ഇസ്രായേലിന്റെ ഒന്നാമത്തെ താല്പര്യം. ഈ ഇസ്രായേലിന്റെ താല്പര്യം നിർവഹിക്കുക എന്നുള്ളതാണ് വാസ്തവത്തിൽ ഈ പറയുന്ന പീസ് കീപ്പിംഗ് ഫോഴ്സ്, ഇന്റർനാഷണൽ ഫോഴ്സിന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. അപ്പൊ ഇന്റർനാഷണൽ ഫോഴ്സിലേക്ക് ആളുകളെ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് ആരാണ്? അത് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് അറബ് രാജ്യങ്ങളാണ്. അതിന്റെ കൂട്ടത്തിലാണ് ടർക്കി വരുമെന്ന് പറഞ്ഞാൽ ടർക്കിയോട് പറഞ്ഞു കൊടുക്കണ്ട, അല്ല ടർക്കിനെ കൊണ്ട് കയറ്റിവിടാന്ന് ഇസ്രായേൽ പറഞ്ഞു. അപ്പൊ വാസ്തവത്തിൽ ടർക്കിയോട് രക്ഷപ്പെടുക ചെയ്തത്. കാരണം ടർക്കിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട ജോലി, ഇസ്രായേലിന് വേണ്ടിയുള്ള ജോലി അവർ ചെയ്യേണ്ടി വരിക. അപ്പൊ അതിന് ഒഴിവായി എന്ന് പറഞ്ഞാൽ ടർക്കി തൽക്കാലം തലയൂരി എന്നാണ് മനസ്സിലാക്കേണ്ടത്. എർദോഗന്റെ പൊട്ടമുത്തിൽ ഇപ്പോഴും തെളിഞ്ഞ ലക്ഷണം കാണുന്നില്ല. കാരണം ഇന്നലെ അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾ ഫോഴ്സിനെ വിടാൻ തയ്യാറാണ്, ഞങ്ങൾ ഫോഴ്സിനെ വിടാൻ തയ്യാറാണ്. അപ്പൊ എന്തായാലും ശരി, ഇസ്രായേലിനെതിരെ ഇന്നലെ അദ്ദേഹം ക്രിറ്റിസിസം ഒന്നും പറഞ്ഞിട്ടില്ല. നേരത്തെ അദ്ദേഹം സ്ഥിരമായിട്ട് ഇസ്രായേലിനെതിരെ ജിനോസൈഡ് എന്നൊരു ക്രിറ്റിസിസം പറഞ്ഞിരുന്നതാണ്. ഇപ്പൊ എർദോഗൻ അത് നിർത്തി, ജിനോസൈഡ് ഇന്നലെ അദ്ദേഹം പറയുകയുണ്ടായില്ല. മാത്രമല്ല ഇസ്രായേലെ ഈ സീസ് ഫയർ നടത്തുന്നതിൽ കാര്യമായി സഹകരിക്കുന്നുണ്ട് എന്നൊരു വാക്കും അങ്ങേരുടെ വായിൽ നിന്ന് മൊഴിയുകയുണ്ടായി. കൂടാതെ US ഈ സീസ് ഫയർ നിലനിൽക്കുന്നുണ്ട് എന്ന് ശക്തമായി നോക്കിയില്ലെങ്കിൽ ഇസ്രായേൽ അത് വയലേറ്റ് ചെയ്യും എന്ന് അദ്ദേഹം പറയാതെ പറയുകയും ചെയ്തു. ഇത് ശരിയൊക്കെ തന്നെയാണ്, ആ കാര്യങ്ങളൊക്കെ ശരിയൊക്കെ തന്നെയാണ്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ സീസ് ഫയറിൽ എവിടെ വിള്ളൽ വീഴുന്നു എന്നുള്ളവർ നോക്കിയിരിക്കുകയാണ്. അവരൊരു ചാൻസ് ആക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം അവർക്കൊരു 10% പണി കൂടെ ബാക്കിയുണ്ടായിരുന്നു, അത് അവർക്ക് ചെയ്തു തീർക്കാൻ പറ്റിയില്ല. അപ്പൊ എന്തായാലും ശരി, ഈ ഇന്റർനാഷണൽ ഫോഴ്സ് എന്ന് പറയുന്ന ഫോഴ്സ് ഇത് ഇസ്രായേൽ ഇൻട്രസ്റ്റുകൾ പാലിക്കാൻ വേണ്ടിയാണ് അവിടെ വരുന്നത് എന്നുള്ളത് ഈ അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചും ഒരു ട്രാപ്പാണ്. കാരണം അവരുടെ നാട്ടിലൊന്നും ജനാധിപത്യമില്ല, അവിടെ പ്രതിപക്ഷമില്ല. അതുകൊണ്ട് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ദിവസവും ഈ പത്രത്തിൽ പ്രശ്നമൊന്നും ഉണ്ടാകില്ല. പക്ഷെ എങ്കിൽ പോലും അവിടെ ജനത്തിന്റെ ഒരു ഫീലിംഗ് ഉണ്ട്. ആ ജനത്തിന്റെ ഫീലിംഗ് രാജാക്കന്മാർക്ക് നോക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അത് മൗണ്ട് ചെയ്ത് വന്നാൽ വലിയ പ്രശ്നങ്ങളിലേക്ക് എത്താവുന്നതാണ്. അപ്പൊ ജനത്തെ, അതാത് രാജ്യങ്ങളിലെ ജനത്തെ കൺവിൻസ് ചെയ്യുക എന്നുള്ളത് അതാത് രാജ്യത്തിന്റെ തലപ്പത്തിരിക്കുന്ന രാജാക്കന്മാർക്കോ അല്ലെങ്കിൽ ഭരണ നേതൃത്വത്തിനോ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതുകൊണ്ടാണ് ഇന്നലെ റൂബിയോ പറഞ്ഞത്, ഒരുപാട് രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ടുള്ള അറബ് അക്കോർഡ്സിൽ ഒപ്പിടാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പം രാജ്യങ്ങളുടെ പേര് ചോദിച്ചു, അദ്ദേഹം പേര് പറയാൻ തയ്യാറല്ല. അദ്ദേഹം പറഞ്ഞു, ആദ്യം അവിടുത്തെ ആളുകളെ ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യത അതായത് ഗവൺമെന്റുകൾക്കുണ്ട്. ഗവൺമെന്റുകൾ 100 വട്ടം തയ്യാറാണ് ഒപ്പിടാൻ. പക്ഷേ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഈ അൽ ജസീറയൊക്കെ പോലുള്ള പത്രങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു ചിത്രം വെച്ചുകൊണ്ട് പാലസ്തീനിൽ ഇസ്രായേൽ അനീതി കാണിച്ചു എന്നൊരു പിക്ചർ വിധിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ പാലസ്തീനികൾക്ക് നീതി കിട്ടുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യം, വാസ്തവത്തിൽ പാലസ്തീനിൽ അടി കൊടുത്ത് തിരിച്ചു വാങ്ങിയതാണ് എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യത ഗവൺമെന്റുകൾക്കുണ്ട്. അത് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ ഈ അറബ് അക്കോർഡ്സിൽ ഒപ്പിട്ടുകൊണ്ട് ഈ സഖ്യം അല്ലെങ്കിൽ ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള സഖ്യം വിശാലമാക്കും എന്നാണ് മാർക്കോ റൂബിയോ പറഞ്ഞത്. വാസ്തവത്തിൽ അമേരിക്കയ്ക്ക് ഈ കാര്യത്തിലുള്ള ഒരേ ഒരു ഇൻട്രസ്റ്റ് ഈ അറബ് അക്കോർഡ്സ് മാത്രമാണ്. പാലസ്തീനുള്ള സുഖവാസമൊന്നും അല്ല ഇവിടെ അമേരിക്ക അന്വേഷിക്കുന്നത്. അമേരിക്ക അന്വേഷിക്കുന്നത് ഈ അറബ് രാജ്യങ്ങളും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം സ്മൂത്തൻ ചെയ്ത് ഇസ്രായേൽ ഈസ് സോ പവർഫുൾ നേഷൻ. ഈ അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെടാനായി താല്പര്യപ്പെടുന്നത് ഇസ്രായേലിന്റെ കയ്യിലുള്ള ഇസ്രായേലിന്റെ റിസോഴ്സസിൽ നിന്ന് ഒരു പങ്ക് അവർക്ക് ലഭിക്കാൻ വേണ്ടിയാണ്. ടെക്നിക്കൽ റിസോഴ്സ്, പൈസയല്ല, അവരുടെ ടെക്നിക്കൽ റിസോഴ്സസിന്റെ ഒരു പങ്ക് ലഭിക്കാൻ വേണ്ടി ദാഹിച്ചു നിൽക്കുകയാണ് അറബ് രാജ്യങ്ങൾ. ആ ഒരു കാര്യത്തിലാണ് അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ട് ഈ അബ്രഹാം അക്കോർഡിൽ ഒപ്പിടാൻ വേണ്ടി വെമ്പൽ കൊണ്ട് നിൽക്കുന്നത്. അവരൊക്കെ റെഡിയാണ്. പക്ഷെ അവരുടെ നാട്ടിലെ ഈ തീവ്രവാദ ചിന്തകൾ പേറുന്ന ആളുകളെ അവർക്ക് പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ടതുണ്ട്. ഇസ്രായേല് അല്ല ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്, പാലസ്തീനികളാണ്. മാത്രമല്ല പാലസ്തീനുകൾക്ക് കിട്ടാനുള്ളത് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ലഭിക്കാനുള്ളത് ലഭിച്ചിട്ടുണ്ട് എന്നും അവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അപ്പൊ അതിനുള്ള സാവകാശമാണ് ഇവിടെ അന്വേഷിക്കുന്നത്. അമേരിക്കയെ സംബന്ധിച്ച് ഈ ഇസ്രായേൽ അറബ് നേഷൻസിന്റെ ഈ റിലേഷൻ സ്മൂത്ത് ആയാൽ മാത്രമാണ് അമേരിക്കയുടെ അവിടുത്തെ ബിസിനസ് ഇൻട്രസ്റ്റുകൾ പൂർണ്ണമായിട്ടും അവർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുക. അത്യധികമായി ഇതിനകത്തൊക്കെ ഉള്ളത് പണവും ബിസിനസ്സുമാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ സെക്യൂരിറ്റി കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അമേരിക്കയെ സംബന്ധിച്ച് ഇസ്രായേലിന്റെ സെക്യൂരിറ്റി എൻഷുർ ചെയ്യുകയും അക്കൂട്ടത്തിൽ തന്നെ അമേരിക്കയുടെ ബിസിനസ് ഇൻട്രസ്റ്റുകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുകയും ചെയ്യണം എന്നുള്ളത് ആണ് അമേരിക്കയെ സംബന്ധിച്ച് വരുന്നത്. അപ്പൊ ഇത് ഏകദേശം ഒരു റൈറ്റ് ട്രാക്കിലേക്ക് ഇത് പ്രവേശിച്ചു കഴിഞ്ഞു. മാർക്കോ റൂബിയോയുടെ പ്രസ്താവനകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇസ്രായേൽ ഇൻട്രസ്റ്റുകൾക്കെതിരായിട്ട് അവിടെ ഒന്നും സംഭവിക്കുകയില്ല എന്നുള്ളതാണ്. അതിനിടയിലൂടെ ട്രംപ് വീണ്ടും ഒരു ചെറിയ ട്രംപ് കാർഡ് എടുത്ത് പുറത്തിട്ടിട്ടുണ്ട്. അതൊരു മർവാൻ ബാർഗോട്ടി എന്ന് പറയുന്ന ഒരു പാലസ്തീനിയൻ ഉണ്ട്. അദ്ദേഹത്തെ അവിടെ പാലസ്തീൻ മണ്ടേല എന്നൊക്കെയാണ് വിളിക്കുന്നത്. അദ്ദേഹം ഒരു ടു നേഷൻ തിയറിയുടെ വലിയൊരു വക്താവാണ്. അദ്ദേഹം ഉള്ളത് ഇസ്രായേൽ ജയിലിലാണ്. 2002 മുതൽ ഇസ്രായേൽ ജയിലിലാണ്. അപ്പൊ അദ്ദേഹം ഡബിൾ ജീവപര്യന്തം അനുഭവിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ ജീവിതകാലത്തിൽ അദ്ദേഹത്തിന് ജയിലിൽ നിന്ന് പുറത്തു പോകാനാവില്ല. പക്ഷെ ഹമാസ് ഒന്നും ഒരിക്കലും അദ്ദേഹത്തെ ആവശ്യപ്പെട്ടിട്ടില്ല. കാരണം അദ്ദേഹം ഒരു തീവ്രവാദിയല്ല, അദ്ദേഹം ഒരു ജനാധിപത്യവാദിയാണ്. ടു നേഷൻ തിയറി പറയുന്ന ആളാണ്. ഈ ഹമാസ് ഒക്കെ എന്ത് വർത്താനം പറഞ്ഞാലും അവർ പറയുന്നത് ടു നേഷൻ തിയറി അല്ല, അവർ പറയുന്ന വൺ നേഷൻ തിയറിയാണ്. ആൻഡ് ദാറ്റ് വൺ നേഷൻ ഈസ് ദ അറബ് നേഷൻ.
പാലസ്തീൻ അറബ്സിന്റെ നേഷനാണ് അവർ പറയുന്നത്, ജ്യൂസ് വേണ്ട എന്നുള്ളതാണ് അവരുടെ മനസ്സിലുള്ളത്. പക്ഷെ ഇയാൾ ടു നേഷൻ തിയറിയുടെ ആളാണ്. ഈ പാലസ്തീൻ അതോറിറ്റി എന്ന് പറയുന്നത് ടു നേഷൻ തിയറിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പാലസ്തീൻ അതോറിറ്റി, നമ്മൾ ഇന്നലത്തെ ഡിസ്കഷൻ പറഞ്ഞിരുന്നു, പാലസ്തീൻ അതോറിറ്റിക്ക് ഒരു തരത്തിലുള്ള സ്വാധീനവും വരാൻ പോകുന്ന ഗാസ ഗവർണൻസിൽ ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പാക്കണമെന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നു. അതിനെ സംബന്ധിച്ച് മാർക്കോ റൂബിയോ പറഞ്ഞത് അത് ആലോചിക്കേണ്ട വിഷയമാണ്. അതിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു തീരുമാനം പറഞ്ഞില്ല. കാരണം ഈ പാലസ്തീൻ അതോറിറ്റി എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് സാധനമല്ല. നമ്മൾ വിചാരിക്കുന്നത് അതൊരു ഇൻഡിപെൻഡന്റ് ഗവൺമെന്റേ അല്ല. അത് ഇസ്രായേലിനെ നിയന്ത്രിക്കുന്ന, ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ മാത്രം വെസ്റ്റ് ബാങ്കിൽ നടപ്പാക്കുന്ന ഒരു സംഗതിയാണ്. അപ്പൊ അവര് ഓൾറെഡി കൺട്രോൾഡ് ബൈ ഇസ്രായേൽ. അതുകൊണ്ട് അതിനെ ഈ പറയുന്ന ഗാസയിലേക്ക് പരിപൂർണമായും നിയന്ത്രിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് റോൾ കൊടുക്കുന്നതിന് കുഴപ്പമുണ്ടോ എന്നുള്ളത് അമേരിക്ക ആലോചിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് മാർക്കോ റൂബിയോ പറയുന്നത്. ഈ പറയുന്ന മർവാൻ ബാർഗോട്ടി എന്ന് പറയുന്ന ആളും ഇദ്ദേഹവും ടു നേഷൻ തിയറി സപ്പോർട്ട് ചെയ്യുന്ന ആളും, ഇസ്രായേലിനെ പൂർണ്ണമായും അംഗീകരിക്കുന്ന ആളും, ഇസ്രായേലിന്റെ പരമാധികാരം അംഗീകരിക്കുന്ന ആളും, പാലസ്തീനികൾക്ക് താമസിക്കാൻ ഒരു സ്ഥലം വേണം എന്ന് പറയുന്ന ആളുമാണ്. അപ്പൊ ഇദ്ദേഹത്തെ റിലീസ് ചെയ്യണം എന്നൊരു ആവശ്യം ട്രംപ് ഇസ്രായേലിന് മുൻപിൽ വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കാരണം ഇദ്ദേഹത്തെ റിലീസ് ചെയ്യുകയാണെങ്കിൽ പാലസ്തീനികളെ അക്രമരഹിതമായ ഒരു പാതയിലേക്ക് കൊണ്ടുവരാൻ ഇദ്ദേഹത്തിന് സാധിക്കുമെന്നാണ് ട്രംപ് വിചാരിക്കുന്നത്. ഇപ്പം ഇദ്ദേഹത്തിന്റെ പേരിൽ തന്നെ പാലസ്തീൻ മണ്ടേല എന്നുള്ള പേരിൽ തന്നെ ഏകദേശം മനസ്സിലാവും ഇദ്ദേഹം അക്രമത്തിന്റെ പാത ഉപയോഗിക്കുന്നില്ല. പക്ഷെ ഇദ്ദേഹത്തിന്റെ പേരിലുള്ള കേസ് നിരവധി ആളുകളുടെ മരണത്തിനിടയാക്കി ബോംബ് സ്ഫോടനത്തിൽ ഉൾപ്പെട്ടു എന്നുള്ളതാണ്. അദ്ദേഹം അത് ഡിനൈ ചെയ്തിട്ടുണ്ട്, 100% ഡിനൈ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു ഫെയർ ട്രയൽ കിട്ടിയില്ല എന്നുള്ളത് ഇസ്രായേൽ പോലും അഭിപ്രായമുള്ള സംഗതിയാണ്. അദ്ദേഹത്തിന്റെ ഭാഗം വാദിക്കാൻ തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളല്ല എന്നൊറ്റ വാക്കിൽ അദ്ദേഹം കണ്ടശ പറഞ്ഞ് തീർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഇപ്പോഴും ജയിലിൽ കഴിയുന്ന ആളാണ്. അപ്പം അദ്ദേഹത്തെ റിലീസ് ചെയ്യുകയാണെങ്കിൽ ഈ പാലസ്തീൻ ജനതയെ ഒറ്റ കൊടിക്കീഴിൽ കൊണ്ടുവരാൻ സാധിക്കുകയും അവരെ അക്രമത്തിന്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയുകയും ചെയ്യും എന്നുള്ള ഒരു ആശയം ട്രംപിന്റെ ഭാഗത്തുണ്ട്. ഇത് എങ്ങനെ വരും എന്നുള്ളത് കണ്ടറിയേണ്ട സംഗതിയാണ്. ഇങ്ങനത്തെ ഒരു ന്യൂസ് പുറത്തു വരുന്നുണ്ട് എന്ന് മാത്രം ഇവിടെ സൂചിപ്പിച്ചു തന്നെ ഉള്ളൂ.